കേരളത്തിൽ ഇനിയൊരു ഭരണം ആരായിരിക്കും? മിക്കവാറും BJP കുറച്ച് സീറ്റ് പിടിക്കും. BJP സീറ്റ് പിടിക്കുമോ കേരളത്തില്? അങ്ങനൊരു ഒപ്പീനിയൻ പറയാൻ, അങ്ങനൊരു അഭിപ്രായം പറയാനുള്ള കാരണം എന്താ? അതായത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരല്ലേ ഭരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇനി തെരഞ്ഞെടുപ്പ് നിയമസഭാ ഇലക്ഷനിൽ BJP ആയിരിക്കുമല്ലേ ജയിക്കുന്നത്? കുറച്ച് സീറ്റ് പിടിക്കും. കോൺഗ്രസിൽ സ്വരൂപില്ലല്ലോ. മാറ്റം വേണമല്ലോ. ഒരേ ആൾ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന വേറെ മാറ്റങ്ങൾ വരില്ല. പുതിയ ആൾക്കും അവസരം വേണം. ഇനിയൊരു ഭരണം അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അല്ലെങ്കിൽ മൂന്ന് പാർട്ടിയിൽ ഏതായിരിക്കും വിജയ സാധ്യത? കോൺഗ്രസ്. അറിഞ്ഞോടെ, എന്നാലും ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടി മാറണം. എന്തായാലും ഭരണം മാറ്റം വേണം. വീണ്ടും അവർ ഇടതുപക്ഷം തന്നെ വീണ്ടും വരുമെന്നാണ് പറയുന്നത് ജനം മൊത്തം. വീണ്ടും അവർ തന്നെ വരുമെന്നാണ് വിശ്വാസവും. അത് ഇവിടുത്തെ സ്ത്രീകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സ്ത്രീകളാണ് തീരുമാനിക്കുന്നത് ആര് വരണം ആര് വരണ്ടെന്ന് തീരുമാനിക്കണം. പക്ഷേ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. പുരുഷന്മാർക്ക് വോട്ടില്ലേ? പുരുഷഭാഗത്തുള്ള വോട്ടുകൾ വിശ്വസിക്കാക്കൂല. പൈസ എവിടെ കിട്ടുമോ അവിടെ പോവും. സ്ത്രീകളുടെ വോട്ട് മാറില്ല. ഇതാണ് അതിൻ്റെ പരമസത്യം. സ്ത്രീകൾ അങ്ങനെ വോട്ട് മാറ്റത്തിന് ആഗ്രഹിക്കൂലേ? സ്ത്രീകൾ വോട്ട് മാറ്റാനായിട്ട് ആഗ്രഹിക്കില്ല. കാരണം അവർ ഒരു നല്ലൊരു ഭരണകൂടം വരാനേ അവരുടെ വീട്ടിൻ്റെ കാര്യങ്ങളും വെച്ച് നോക്കും. മദ്യപനികളായ ഭർത്താക്കന്മാർ ഒക്കെ ഉള്ള വീടുകൾ, പാവപ്പെട്ടവൻ്റെ വീടുകളിലുള്ള എല്ലാം ചിന്തിക്കും നല്ല രീതിയിലൊരു ഭരണം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയുള്ളൂ. അപ്പം ഏതായാലും ഏതെങ്കിലും ഒരു പാർട്ടി ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഏതായിരിക്കും ഇപ്പം നിലവിലൊരു സാഹചര്യം വെച്ച്? കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും തുടർ ഭരണം വരാൻ പാടില്ല. തുടർ ഭരണം ഇന്ത്യയിൽ ഒരിടത്തും വരാൻ പാടില്ല. മാറി മാറി സംസ്ഥാനങ്ങളിൽ 5 കൊല്ലം കഴിയുമ്പോൾ ഭരണം മാറി തന്നെ വരണം. ഒരേ കണക്കിന് വന്നു കഴിഞ്ഞാൽ അത് നാടിന് ആപത്താണ്. ഇപ്പോൾ വന്ന ഒരു തുടർ ഭരണത്തിൽ നാടിന് ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ? നാടിന് ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കേരളത്തിൽ നമ്മൾ കിടന്നില്ല. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, കാരണം ഭരണങ്ങളും ഇങ്ങനെ മാറി മാറി വന്നിരുന്നാലേ ജനങ്ങൾക്കും അതിനുള്ള ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ. ഒരേ ആൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുണ്ട് പിണറായി വിജയൻ ഇന്ത്യൻ ഭരണ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ 47 കൊല്ലം കൊണ്ട് ഇവിടെ കിടന്ന ടാക്സിയോടെയാണ്. എല്ലാ മന്ത്രിമാരും വന്നു കഴിഞ്ഞാൽ അത് CM വന്നിരുന്നാലും കണ്ട് കാര്യങ്ങൾ പറയാം. നമ്മളെ ഈ CM-നെ കാണാനും പോലും പറ്റില്ല, വീട്ടിൽ നടയിൽ പോലും കയറ്റില്ല. അങ്ങനെയുള്ള പിന്നെ ഇരുന്നിട്ട് കാര്യം തോന്നാണ്. ജനങ്ങളെ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി ജനങ്ങളെ ആവശ്യത്തിന് സഹകരിക്കുകയും അല്ലാതെ വീഡിയോ ക്യാമറകളിലും TV-കളിലും എല്ലാം കാണേണ്ട. ജനങ്ങളുടെ നേരിട്ട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള ഒരു മുഖ്യനാവണം. ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കാരണം ജനങ്ങളുടെ വോട്ട് വേണം. എന്നെ നിങ്ങളാരും കാണണ്ട. അത് പാടില്ല. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ കാണുന്ന സമയത്തിന് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കണം. നമ്മളെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് 10 കൊല്ലം കൊണ്ട് വരികയാണ്. മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞ് പോയാൽ പോലും ഞാനൊരു പരാതിയും കൊണ്ടുപോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു കൂട്ടി ഈ ടാക്സി സ്റ്റാൻഡിലെ പ്രശ്നം തന്നെ ഒരു പരാതിയും കൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓൺലൈനിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണണ്ടെന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടാലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മുഖ്യമന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥർ തടഞ്ഞു വിടുന്നതാണ്. മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന പരാതികൾ കഴിയുന്നതും പാർട്ടി സ്വാധീനമുള്ളവർക്ക് മുഖ്യമന്ത്രിയായിട്ടുള്ള നേരിട്ട് ചെയ്യാം. അല്ലാതെ 90% ഇത് വേഷിച്ച് അവരുടെ കൂട്ടത്തിൽ തന്നെ. അത് ഉദാഹരണം സാക്ഷി ഞാനൊരു പരാതി കൊടുത്തിട്ട് ഇതുവരേക്കും 2 പരാതി കൊടുത്തിട്ട് അതിന് ഇതുവരേക്കും ഒരു നടപടിയോ ഒരു ക്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ അനുഭവസ്ഥനം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് CM ഉണ്ടെന്നുണ്ടെങ്കിൽ CM-നെ കണ്ട് നേരിട്ട് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ CM അത് എന്താണെന്നുള്ള നടപടിയെടുക്കും. ഇത് അദ്ദേഹത്തിൻ്റെ PA-മാർ നോക്കണതല്ലേ. അത് അവർക്ക് സ്വാധീനമുള്ളവർക്ക് അവർ ചെയ്യും, ഇല്ലാത്തവർക്കില്ല. അതാണ് ഞാൻ അനുഭവസ്ഥം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ CM-ന് 2 പരാതി കൊടുത്തു. 2 പരാതിയിൽ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല. തുടർന്നും വരുന്ന മുഖ്യമന്ത്രിമാരൊന്നും അങ്ങനെ ആവാതിരിക്കണല്ലേ പുതിയ നേതൃത്വം? കേരള സംസ്ഥാനത്തിൽ കേരള ജനത ഒന്നിച്ചു നിന്ന് വോട്ട് ചെയ്ത് എടുക്കുന്ന ഏത് വ്യക്തിയായിരുന്നാലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായാൽ പോലും
ഇങ്ങനെ ഒരു പ്രവണത കാണിക്കാൻ പാടില്ല. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങളുടെ മുഖ്യമന്ത്രി എപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ ടി വികളിലും കാറുകളിലും പോകുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ശേഷിയുള്ളൊരു മുഖ്യമന്ത്രി ആവണം കേരളത്തിൽ ഇനി വരാനായിട്ട്. നിങ്ങൾ കേരളത്തിലടുത്ത് ആര് ഭരിക്കും? അങ്ങനെ പ്രത്യേകിച്ചൊരു ഒപ്പീനിയൻ ഇല്ല. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ ഒരു അഭിപ്രായം? ഒരു BJP. എന്താണ് അങ്ങനെ തോന്നാനുള്ളൊരു കാരണം? അങ്ങനെ തോന്നാനായിട്ട് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയില്ല. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൊത്തം നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരുവിധം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ കേരളത്തിൽ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? അതെ. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരല്ലേ, അപ്പം കേരളത്തിലെ പുതിയൊരു രാഷ്ട്രീയം നേതൃത്വം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വേണമല്ലോ. ഒരേ ആൾ എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന വേറെ മാറ്റങ്ങൾ വരില്ല, പുതിയ ആൾക്കും അവസരം വേണം. ഇനി ഒരു ഭരണം അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അല്ലെങ്കിൽ മൂന്ന് പാർട്ടിയിൽ ഏതായിരിക്കും വിജയ സാധ്യത? കോൺഗ്രസ്. അറിഞ്ഞൂടെ, എന്നാലും ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടി മാറണം. എന്തായാലും ഭരണം മാറ്റം വേണം, പുതിയത് വരണം. ഏതാണെന്ന് പറയാം. കേരളത്തിലെ രാഷ്ട്രീയ ചൂടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇനിയൊരു ഭരണം ആരായിരിക്കും? മിക്കവാറും BJP കുറച്ച് സീറ്റ് പിടിക്കും. BJP സീറ്റ് പിടിക്കുമോ കേരളത്തിൽ? എന്താ അങ്ങനൊരു ഒപ്പീനിയൻ പറയാൻ, അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം എന്താ? അതായത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരല്ലേ ഭരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇനി തെരഞ്ഞെടുപ്പ് നിയമസഭാ ഇലക്ഷനിൽ BJP ആയിരിക്കുമല്ലേ ജയിക്കുന്നത്? കുറച്ച് സീറ്റ് പിടിക്കും. സീറ്റ് പിടിക്കും. കോൺഗ്രസിൽ സ്വരൂപില്ലല്ലോ. കേരളത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല പദ്ധതികൾ കാണിക്കണം. ഭരണത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. ഓരോ വിട്ടുവീഴ്ചകളും വരുമ്പോൾ അതിനനുസരിച്ചാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ജനങ്ങൾ മുൻകൈ എടുക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിച്ചിട്ട് കഥയില്ല. ഇപ്പം ആര് ഭരിക്കണമെന്ന് വെച്ചാൽ അവർ തന്നെ തീരുമാനിക്കണം. ജനങ്ങളാണ്. ഇപ്പം കേന്ദ്ര സർക്കാർ വരുന്നു, നമ്മുടെ സർക്കാർ വരുന്നു, ഇനിയുള്ള അടുത്ത തലമുറയും കൂടെ മാറി വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പോൾ പഴയ തലമുറകൾ വരെ ഇപ്പം മാറുന്നുണ്ട്. അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ ആര് വന്നാലും, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസിൽ വരുന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഞാൻ RCCയിലാണ് എൻ്റെ വൈഫ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരാളിനെ കാണാൻ വന്നത്, കുറച്ച് പൈസയ്ക്ക് വേണ്ടി. കേരളത്തിൽ ഇനി ആരായിരിക്കും ഭരണത്തിൽ വരുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യാമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആരാണ് വരണമെന്നൊന്നും. നമ്മളെ പോലുള്ളവർക്ക് ഈ ടാക്സിക്കാരൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് വന്നാലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഏത് പാർട്ടി ആയിരിക്കും വരുന്നതെന്നൊരു ഊഹാപോഹം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജനമാണല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ വീണ്ടും അവർ ഇടതുപക്ഷം തന്നെ വീണ്ടും വരുമെന്നാണ് പറയണത് ജനം മൊത്തം. വീണ്ടും അവർ തന്നെ വരുമെന്നാണ് വിശ്വാസവും. ചേട്ടനും അതാണ് ആഗ്രഹിക്കുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഭരണം ഏതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതിലോട്ടല്ലേ ആൾക്കാർ പോവുള്ളൂ. അതുകൊണ്ട് നല്ല ഭരണം ആരെ കാഴ്ച വെച്ചാലും അവരെ കൂടെ ജനം നിൽക്കും. അത് ഇനി വീണ്ടും അവർ വരണമെങ്കിൽ അവർ തന്നെ ഭരിക്കും.